മിശിഹാദിന് ജന്മം നൽകിയ ധന്യയായൊരു കന്യാമാറേ, ദൈവിക ജീവൻ ഉറവിടമാകും നിത്യ നിർമ്മല കന്യാംബികയെ. ജപമാലകൾ ശേഖരിച്ചതിലൂടെ 2018 ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് സാബു കെയ്റ്റർ. നിർമ്മല റാണി, ഇറ്റലി, ഫ്രാൻസ്, ജെറുസലേം, അമേരിക്ക, ഇസ്രായേൽ, ജർമ്മനി, അയർലൻഡ്, ഡെൻമാർക്ക്, ബ്രസീൽ തുടങ്ങിയ 80ഓളം രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ച കൊന്തകൾ ആയിരങ്ങളെയാണ് ആകർഷിക്കുന്നത്. 1981 എൻ്റെ അപ്പൂപ്പൻ്റെ മരണ സമയത്ത് എനിക്ക് ലഭിച്ച ഒരു ജപമാലയിൽ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ ഈ ഒരു കളക്ഷൻ. അപ്പച്ചൻ്റെ പെങ്ങളായ സിസ്റ്റർ ബെനീറ്റയാണ് ഫസ്റ്റ് എൻ്റെ ഈ എക്സിബിഷൻ ആരംഭിക്കാൻ ക്ഷണിച്ചതും അവിടെയാണ് ആദ്യം ഈ എക്സിബിഷൻ ആരംഭിക്കുന്നത്. തുടർന്ന് സിൽവസ്റ്റർ CMI അച്ഛൻ്റെ വലിയൊരു പിന്തുണയും സഹായവും സഹകരണവുമാണ്. നിരവധിയായിട്ടുള്ള ജപമാലകളും കുരിശ് രൂപങ്ങളും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപങ്ങളും കാശ് രൂപങ്ങളും എല്ലാം അച്ഛൻ പല ഇടങ്ങളിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്ത് തരുന്ന ഒരു വലിയ അനുഭവം ഞങ്ങൾക്കുണ്ടായി. ഈ കോവിഡിന് മുന്നുള്ള സമയം വരെ 190 എക്സിബിഷൻസ് നമ്മൾ നടത്താൻ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. എത്രമാത്രം ജപമാലകൾ നമ്മൾ ചൊല്ലിത്തീർത്തിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ ജപമാലകളെ സ്വന്തം കൈകളിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മാതാവിൻ്റെ സ്വന്തം എന്ന് വേണമെങ്കിൽ പറയാം. സാബു മാത്രമല്ല, സാബുവിൻ്റെ ഭാര്യയും കൊച്ചുങ്ങളും ഒക്കെ ആ ഒരു സ്പിരിറ്റിലാണ്. മാതാവ് എന്തായാലും ആദ്യം ഓർക്ക സാബുവിനെ ആയിരിക്കും. കാരണം താൻ കൊടുത്ത ജപമാല ഇത്രമാത്രം സ്നേഹിച്ച് നെഞ്ചിലേറ്റിയ ഒരു മനുഷ്യൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഉണ്ടാവില്ല. നമ്മൾ കൊന്തയൊക്കെ ചെല്ലും, ജപമാലയൊക്കെ ചെല്ലും, പക്ഷേ ജപമാലയുടെ പിന്നാലെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ട് എവിടെയുണ്ടോ കൊന്ത എവിടെയുണ്ടോ എന്ന് നോക്കുന്ന ഒരു മനുഷ്യൻ. എല്ലാ ദിവസവും എല്ലാ വൈദികർക്കും മറ്റുള്ളവർക്കും വേണ്ടി ജപമാല ചൊല്ലി സമർപ്പിക്കുന്ന ഒരു ജപമാലയുടെ ഒരു മനുഷ്യൻ, ജപമാലയുടെ സാബു എന്ന് വേണമെങ്കിലും പറയാം. 266 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അടങ്ങിയ ജപമാലയാണ് ശേഖരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായി സാബു കരുതുന്നത്. സ്വർണം, പവിഴം, വെള്ളി, ചെമ്പ്, മുത്ത്, തുളസി, ചകിരിനാര്, രത്നം, രുദ്രാക്ഷം, ഒലിവ് തുടങ്ങിയവയിൽ തീർത്ത കൊന്തകളും 200 വർഷത്തിലേറെ പഴക്കമുള്ള കൊന്തയും ഈ ശേഖരത്തിലുണ്ട്. നെൽസൺ ജോബ് OCD അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ജപമാല പ്രദർശനം എന്നുള്ള വാക്ക് ഞങ്ങൾ ഉപേക്ഷിക്കുകയും ജപമാല ദർശനം എന്നുള്ള ഒരു പദം ഞങ്ങൾ അഡാപ്റ്റ് ചെയ്യുകയും ചെയ്തു. പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരുമാതിരി ഏറെക്കുറെ എല്ലാ സ്ഥലത്തെ സ്വരൂപങ്ങളും ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടവന്നു. തീർച്ചയായിട്ടും അതോടുകൂടി ഞങ്ങൾ സ്വരൂപങ്ങളുടെയും ശേഖരം ആരംഭിച്ചു. ഈ സന്ദർഭത്തിലാണ് ജർമ്മനിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ ഒരു കളക്ഷൻ ജപമാല, മാതാവിൻ്റെ സ്വരൂപങ്ങൾ, കാശ് രൂപങ്ങൾ ഇവയെല്ലാം അതിൽപ്പെടുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പ്രഭാഷകൻ ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. തീർച്ചയായും സാബുച്ചായൻ നടത്തുന്ന ഈ ജപമാല എക്സിബിഷൻ അത് പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തുന്ന മഹനീയമായൊരു കാര്യമാണ്. 10,000ങ്ങളാണ് ഈ എക്സിബിഷൻ വഴി ജപമാല പ്രാർത്ഥനയോട് ഹൃദയം ചേർക്കുന്നത്. അനേകം കൺവെൻഷനുകളിലും ധ്യാനങ്ങളിലൊക്കെ സാബുച്ചായനോടൊപ്പം എനിക്കും ഈ എക്സിബിഷൻ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മുന്നേറ്റത്തിന് സാബുച്ചായനും കുടുംബത്തിനും എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു.
സൂക്ഷ്മ നിരീക്ഷണത്തിൽ മാത്രം കാണുന്ന നാനോ റോസറി മുതൽ അഖണ്ഡ ജപമാലയ്ക്കായി 1000 മുത്തുമണികൾ വരെ കോർത്ത കൂറ്റൻ ജപമാല വരെയുണ്ട് ഈ കൂട്ടത്തിൽ. 1000 മണിയുടെ അഖണ്ഡ ജപമാല ചൊല്ലുന്നത് 20 പേർ ഒന്നിച്ചിരുന്നാണ്. എവിടെയൊക്കെ ഈ പ്രദർശനം സംഘടിപ്പിച്ചുവോ അവിടെയെല്ലാം ആളുകൾക്ക് അതേക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ച ഒരു കുടുംബമുണ്ട്. സാബു കേറ്റർ, ബെനിറ്റ, അജിലെ. അവരുടെ ഏറെ നാളത്തെ പരിശ്രമ ഫലമായിട്ടാണ് ഇങ്ങനെ ജപമാലകൾ കളക്ട് ചെയ്യാനായിട്ട് ഇടയായത്. പരിശുദ്ധ അമ്മ നമ്മളെ കരം പിടിച്ച് യേശുവിലേക്ക് നമ്മെ നയിക്കുമ്പോൾ അതിന് നമുക്ക് പ്രചോദനം ലഭിക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ്. ഞാനും ഏറെ നാളുകളായിട്ട് ഈ ജപമാല പ്രദർശനത്തിൽ ഇവരോടൊപ്പം ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇരുന്ന ഇടവുകളിലൊക്കെ ഇവർ കടന്നു വന്ന് ഈ ജപമാല പ്രദർശനം നടത്താറുണ്ട്. നിങ്ങൾക്ക് ഈ ജപമാലകളിലൂടെ പരിശുദ്ധ അമ്മ പ്രത്യേകമായി സാന്നിധ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയാണ് ഒരു മകനെ വിശ്വാസത്തിലേക്കും ദൈവത്തിലേക്കും അടുപ്പിക്കുന്നത്. അമ്മയില്ലാതെ ഒരു മക്കളും വിശ്വാസത്തിലോ അഥവാ ബഹുമാനത്തിലോ ദൈവത്തിലേക്ക് വളരുന്നില്ല. ഇന്നത്തെ ഈ എക്സിബിഷൻ മാതാവിനെക്കുറിച്ചുള്ള ഒത്തിരിയേറെ എനിക്കൊത്തിരിയേറെ ഇത് തന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലും സാന്നിധ്യവും ഇതിലുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും നമുക്കധികം വിശുദ്ധരെയൊന്നും കാണാൻ സാധിച്ചില്ല എങ്കിലും അവരുപയോഗിച്ച ജപമാലകൾ കാണുക എന്ന് പറയുമ്പോൾ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹവും ഭാഗ്യവുമായി ഞാൻ കരുതുകയാണ്. ഈ പള്ളി തന്നെ മാതാവിൻ്റെ പേരിലാണ് നിലനിൽക്കുന്നത്. ഒരുപാട് അനുഭവങ്ങൾ അമ്മമാർക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു പരിപാടി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഇടവകയിൽ നടക്കുന്നത്. ഇപ്പോൾ തന്നെ മാതാവിൻ്റെ കൊന്തയൊക്കെ ഇങ്ങനെ ഒരുപാട് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇനിയും ഞങ്ങളുടെ ഭക്തി കൂടുകയേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ശേഖരത്തിലുള്ളത് 114 രാജ്യങ്ങളിൽ നിന്നുള്ള ജപമാലകളാണ്. ലൂർദ്, ഫാത്തിമ, കിബേഹോ, നോക്ക് മുതലായ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ജപമാലകൾ ലഭിച്ചിട്ടുണ്ട്. ഓരോ ജപമാലകൾക്കും ഓരോ വ്യത്യസ്ത കഥകളും ഓരോ വ്യത്യസ്ത രൂപങ്ങളും ആണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ കൈവശം 200-ൻ്റെ അടുത്ത് വർഷം പഴക്കമുള്ള ജപമാല. അത് ജർമ്മനിയിൽ നിന്നാണ്. ഇറ്റലിയിൽ നിന്ന്, റോമിൽ നിന്ന്, വത്തിക്കാനിൽ നിന്നുള്ള 800-ൽ പരം വ്യത്യസ്തങ്ങളായിട്ടുള്ള ജപമാലകളുണ്ട്. അതുപോലെ ജോൺ പോൾ II, ബെനഡിക്റ്റ് പിതാവ്, പോപ്പ് ഫ്രാൻസിസ് പിതാവ്, അവരുടെ എല്ലാം കരസ്പർശനം ഏറ്റ ജപമാലകളും നമ്മുടെ ശേഖരത്തിലുണ്ട്. മദർ തെരേസ, ഫാദർ പിയോ, സെയിൻറ്റുമാരായ നിരവധി പേരുടെ കരസ്പർശമേറ്റ ജപമാലകളും നമ്മുടെ ശേഖരത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. നമ്മളേറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ഞങ്ങളേറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്ന ഓരോ ജപമാലകൾക്കും അതിൻ്റെ പിന്നിലെ ചരിത്രങ്ങൾ നിരവധിയാണ്. കാശ് കൊടുത്താൽ ലഭിക്കാത്ത ജപമാലകൾ നിരവധി നമ്മളുടെ ഈ ശേഖരത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഞാനും ഭാര്യയും മകനും ഇന്നും ഓരോ ജപമാലകൾ കിട്ടുമ്പോഴും അവ ചേർത്ത് പിടിച്ച് ആ തന്നിരിക്കുന്നവർക്ക് വേണ്ടി ജപമാലകൾ ചെല്ലാൻ ഇപ്പോഴും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് തുടർന്നു പോകുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഈ ജപമാല ശേഖരം പോലെയുള്ള ഒരു ഹോളി ഹോബി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഒരുപാട് സന്തോഷവും മാതാവിനോടൊരു സ്നേഹവും അടുപ്പവും കൂടുതൽ തോന്നി. അന്ന് മുതൽ എൻ്റെ ചിന്ത ഇതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണം, എങ്ങനെ വളർത്തിയെടുക്കണം, എങ്ങനെ സഹായിക്കണം എന്നുള്ളതായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റിയത് എക്സിബിഷൻസ് നടത്തുമ്പോഴും അടക്കി പറക്കി വെക്കാനും സഹായിക്കാനും, അതുപോലെ വീട്ടിലും എന്തെങ്കിലും കളക്ട് ചെയ്യാനും സഹായിക്കാനും എല്ലാം കൂടെ നിൽക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെ അതിനേക്കാൾ ഉപരിയായി പ്രാർത്ഥന സഹായമാണ് ഏറ്റവും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നമ്മുടെ സഹായം എന്ന് ഞാൻ വിശ്വസിച്ചു.
14 വർഷം ആയി ഞാനും അപ്പയും അമ്മയും കൂടി 3 പേരും കൂടിയാണ് ഇത് നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇത് എല്ലാം കൂടി ഒരുമിച്ച് ഒരു മ്യൂസിയത്തിൽ സ്ഥാപിച്ച് അവിടെ വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇപ്പം ഞാൻ പല എക്സിബിഷനിലും പരീക്ഷാ സമയങ്ങളിൽ പോകുമ്പോഴും അതെനിക്ക് എക്സാമിന് അത് അങ്ങനെ ബാധിക്കാതെ നല്ല മാർക്കോടെ ഒരനുഗ്രഹമായി ലഭിച്ചിട്ടുമുണ്ട്. 11 ശ്ലീഹന്മാരുടെയും 256 വിശുദ്ധരുടെയും തിരുശേഷിപ്പുകൾ അടങ്ങിയ കൊന്തകളും 130 മെത്രാന്മാർ ആശീർവദിച്ച ജപമാലകളും അപൂർവ നിധികളാണ്. മാതാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ജപമാല എത്തിക്കുന്ന വ്യക്തികൾക്ക് വളരെ അനുഗ്രഹമാണ് ഈ എക്സിബിഷൻ എന്ന് പറയാതിരിക്കാൻ വയ്യ. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പറഞ്ഞറിയിക്കാൻ അത്ര വയ്യാത്തത്ര ജപമാലകൾ ഈ എക്സിബിഷനിൽ ഞാൻ കണ്ടു. വളരെ മനോഹരമായ കുരിശും അതോട് ചേർന്ന് വിവിധ രീതികളിലുള്ള ഓരോ സ്ഥലങ്ങളെ അടയാളപ്പെടുത്തുന്ന ഈ ജപമാല സഖ്യം കൊണ്ട് നടക്കുന്നവർക്കും പരിശുദ്ധമ്മയുടെ സഹായം തേടി നടക്കുന്ന എല്ലാവർക്കും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ക്രിസ്തുവിൻ്റെ മുഖം കല്ലിൽ കൊത്തിയുണ്ടാക്കിയ 200 വർഷത്തിലേറെ പഴക്കമുള്ള ജപമാല വിലമതിക്കാനാവാത്തതാണ്. മാതാവിൻ്റെ രൂപം ആലേഖനം ചെയ്ത 11,000 മെഡലുകൾ, പരിശുദ്ധ മറിയം ദർശനം നൽകിയ സ്ഥലങ്ങളിൽ നിന്നുള്ള 700ഓളം രൂപങ്ങൾ, പുരാതനമായ കുരിശുകൾ എന്നിവയും അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ട്. തൻ്റെ കൊന്ത ശേഖരണത്തിനിടയിൽ മറക്കാനാവാത്ത ഒരുപിടി ഓർമ്മകൾ അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുന്നു. ജപമാലയുമായി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം എൻ്റെ ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് ഞാൻ എറണാകുളത്തേക്ക് പോവുകയും തിരിച്ചു വരുന്ന സമയത്ത് വളരെ ഒരു 9 മണി സമയമായി രാത്രി. ആ സമയത്ത് ഒരു വാഹനം എൻ്റെ അടുത്തുകൊണ്ട് നിർത്തുകയും അതിലേക്ക് എന്നെ നിർബന്ധമായിട്ട് കയറ്റാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. ആ സന്ദർഭത്തിൽ എൻ്റെ കൂടെ എപ്പോഴും ഞാൻ കരുതുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ സ്വരൂപം എൻ്റെ കയ്യിൽ എപ്പോഴും എൻ്റെ ഏത് സമയത്തും ഞാൻ അത് എനിക്കൊരു അനുഗ്രഹമായിട്ടും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അത് തുണയുമായിട്ട് ഞാൻ കരുതുന്ന ഏത് സമയത്തും എൻ്റെ കയ്യിലുള്ള ആ പരിശുദ്ധ അമ്മയുടെ ആ സ്വരൂപത്തിൽ പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കാനും ഈ സെയിം സമയത്ത് തന്നെ എൻ്റെ ഭവനത്തിൽ എൻ്റെ ഭാര്യയും മകനും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു ഈ ഒരു സന്ദർഭം ഉണ്ടായത്. തീർച്ചയായിട്ടും എനിക്ക് ആ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടാനും അതിനുശേഷം ഞാനത് പിന്നീട് മനസ്സിലാക്കിയത് അവരെന്നെ തീർച്ചയായിട്ടും എന്നെ കൊണ്ടുപോയി ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപകടത്തിൽപ്പെടുത്താൻ വേണ്ടിയാണ് എന്നുള്ളത് പോലീസിൽ നിന്ന് എനിക്ക് വിവരം ലഭിക്കുകയും തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ ഒരു മേലങ്കി കൊണ്ട് എന്നെ പൊതിഞ്ഞ് എന്നെ ഒരു വശത്തേക്ക് തള്ളി നീക്കിയ ഒരു അനുഭവം എനിക്കുണ്ടായി. പരിശുദ്ധ അമ്മ നമ്മുടെ കരങ്ങൾ പിടിച്ച് നടത്തിയാൽ നമുക്ക് യാതൊരു വക അനർത്ഥങ്ങളും ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു തിരിച്ചറിവും ഞങ്ങൾക്ക് ഇതിലൂടെ ലഭിച്ചു. ഈ ജപമാല പ്രാർത്ഥനയും അതിനോട് ചേർന്നുള്ളൊരു വിശുദ്ധ ജീവിതവും പരിശുദ്ധയമ്മ അതിനാണ് നമുക്ക് ബലം തരുന്നത്. ഈ സാബു ബ്രദർ ഓരോ സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഇത് പ്രദർശനം നടത്തുമ്പോൾ അവിടെയുള്ള മനുഷ്യർക്കെല്ലാം ജപമാലയോട് വല്ലാത്ത ഒരു ആവേശം കണ്ടിട്ടുണ്ട്. അതുവരെ തണുത്ത് നിന്നവർക്ക് എന്തോ ഒരു ഊർജം ലഭിച്ചതുപോലെ, ഒരു അഭിഷേകം ലഭിച്ചതുപോലെ, ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ജപമാല എത്ര കാര്യമായിട്ട് ചെല്ലണം. ഈ ചെല്ലുകയല്ല, ധ്യാനിക്കുക. ആ സാഹചര്യങ്ങളിലൂടെ ഒരു ദൈവാഭിഷേകം പ്രാപിക്കുവാൻ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൻ്റെ നിലനിൽപ്പ് ഒരു കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയോടും ജപമാലയോടും ചേർന്നായിരുന്നാൽ ഒരുപാട് നന്മയാണ് പ്രിയപ്പെട്ടവരെ. തൻ്റെ കൊന്തശേഖരത്തിൽ 10% മാത്രമാണ് സാബു വില കൊടുത്തു വാങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ളവ സമ്മാനമായി ലഭിച്ചതാണ്. ശേഖരിക്കുന്നതിനൊപ്പം കൊന്ത എവിടുന്ന് കിട്ടിയെന്നതും എഴുതി സൂക്ഷിക്കും. ആത്മീയ ഗുരുവിൻ്റെ പിന്തുണയും പ്രോത്സാഹനവുമാണ് അദ്ദേഹത്തിനെന്നും ബലം. കാലം ചെയ്ത കൊർണേലിയൂസ് ഇലഞ്ഞിക്കൽ പിതാവിൻ്റെ വാക്കുകൾ ജപമാലയുടെ ഈ വൻ കളക്ഷനിടയിൽ അദ്ദേഹം മറക്കുന്നതേയില്ല. ജപമാല ശേഖരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ മാസവും ഞങ്ങൾ ബിഷപ്പായിരുന്ന കൊർണേലിയൂസ് പിതാവിനെ കാണാൻ പോവാറുണ്ടായിരുന്നു. ഞങ്ങളുടെ മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പിതാവ് ഞങ്ങളെ കണ്ണു തുറപ്പിച്ച ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങളവിടെ ചെല്ലുമ്പോൾ
ഞാൻ എന്നോട് ചോദിച്ചു, പിതാവ് ഇപ്പോൾ എത്ര ജപമാലകൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു 16,000-ൽ പരം ജപമാലകളെന്ന് പറഞ്ഞു. എടുത്ത വഴി തന്നെ പിതാവ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് ഞങ്ങളെ ഒത്തിരി ചിന്തിപ്പിക്കാനിടവരുത്തി. ഈ 16,000 ജപമാലകളിൽ നിങ്ങൾ എത്ര ജപമാല ചൊല്ലി ഇട്ടുണ്ട് എന്ന്. തീർച്ചയായിട്ടും അന്ന് പിതാവ് ചോദിച്ച ചോദ്യത്തിന് ഞങ്ങൾക്ക് മറുപടി പറയാനുണ്ടായിരുന്നില്ല. കാരണം അതിൽ വളരെ കുറച്ച് ജപമാലകളെ ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷം ഒരു തീരുമാനമെടുത്തത്, എത്ര ജപമാലകൾ ലഭിക്കുമ്പോഴും ആ തരുന്ന വ്യക്തികൾക്ക് വേണ്ടി ഒരു ജപമാല ചൊല്ലാനുള്ള ആ തീരുമാനം ഇന്നും ഞങ്ങൾ പാലിച്ചു പോരുകയാണ്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ആത്മീയ ഗുരുവായിരുന്ന സിൽവസ്റ്റർ പുതുശ്ശേരി CMI അച്ഛനാണ്. അച്ഛൻ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ജപമാലയെ പറ്റിയും പരിശുദ്ധ അമ്മയെ പറ്റിയും ഇതെങ്ങനെയെല്ലാം നിങ്ങൾ കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ജപമാല ഭക്തി പ്രചരിപ്പിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നെല്ലാം കൃത്യമായിട്ട് ഓരോ ദിവസവും എന്ന പോലെ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും അച്ഛൻ്റെ വേർപാട് വരെ ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും വേർപാടിന് ശേഷം അച്ഛൻ ഉപയോഗിച്ചിരുന്ന ഒട്ടുമിക്ക വസ്തുക്കളും ഞങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്ത ഒരു വലിയൊരു അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്ന് നിങ്ങൾ ഈ ജപമാലയുമായി ഇറങ്ങി അന്നു മുതൽ നിങ്ങളുടെ കൂടെ പരിശുദ്ധ അമ്മയുണ്ട്. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു മ്യൂസിയം നിങ്ങൾ ആരംഭിക്കുകയും ആ മ്യൂസിയത്തിലേക്ക് ഇതെല്ലാം കൊണ്ടുവന്ന് വെക്കുകയും ലോകത്തുള്ള എല്ലാ ജനങ്ങളേക്കും ആ മ്യൂസിയത്തിൽ വന്ന് കണ്ട് അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കുകയും ചെയ്യണം എന്നുള്ള അച്ഛൻ്റെ വലിയ ഒരാഗ്രഹം ഇന്ന് നിലനിൽക്കുകയാണ്. എൻ്റെ പാരൻസാണ് എന്നെ മാതാവിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സഹായിച്ചത്. ഇപ്പം ഇന്ന് ഈ എക്സിബിഷൻ കണ്ടതോടെ എനിക്കത് ഒന്നും കൂടെ പ്രചോദകരമായി. മാതാവിലേക്ക് വിശ്വസിക്കാനും മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാനും പിന്നെ കൂടുതൽ സമയം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാനും പിന്നെ ഓരോ വിശുദ്ധർ, ഇപ്പോൾ ഇവിടെ വിശുദ്ധരുടെ ജപമാല ഞങ്ങൾ കണ്ടു. വിശുദ്ധർ ഉപയോഗിച്ച ഓരോ ജപമാലകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ആ വിശുദ്ധർ അവർ പാപസാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും മറ്റുള്ളവരെ സഹായിക്കാനും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ജപമാലകളാണ്, അല്ലേ? അതുപോലെ തന്നെ അത് കാണുമ്പോൾ, അവരുടെ ആ ജപമാല കാണുമ്പോൾ നമുക്കും വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു പ്രചോദനമാണ് ലഭിക്കുന്നത്. 2009 നോർത്ത് പറവൂരിലെ ഡോൺ ബോസ്കോ ദേവാലയത്തിലായിരുന്നു ആദ്യ പ്രദർശനം. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രദർശനം നടക്കാത്ത സെന്ററുകളില്ല എന്ന് തന്നെ പറയാം. ഭാര്യ ബനീറ്റയും മകൻ അഖിലും നിഴൽ പോലെ എവിടെയും ഒപ്പമുണ്ട്. 2018 50,000 ജപമാലകൾ നമ്മളുടെ കയ്യിലുണ്ട് എന്നുള്ള ആ റെക്കോർഡ് നമുക്ക് നിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് തരികയും അതിൻ്റെ സർട്ടിഫിക്കറ്റും 2018 ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ആ ബുക്കിലും നമ്മൾക്ക് എൻട്രി കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഈ ജപമാലയുമായി നടക്കുന്ന സമയത്ത് അമേരിക്കയിലുള്ള അൺബോൺ റോസറിയെ പറ്റി അറിയാനും അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന സ്ഥലത്തു നിന്നുള്ള ആ ഒരു സ്വരൂപം നമുക്ക് ലഭിക്കാനും ഇടവന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവമായിരുന്നു. പരിശുദ്ധ അമ്മ ഈ ജപമാലയിലൂടെ കോടാനുകോടി മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് എത്താനിടയായിട്ടുണ്ട്. സാബുവിൻ്റെ ഈ എക്സിബിഷനും അത്ഭുതമാണ് നമുക്ക് കാണാം. കാരണം ഇത്രമാത്രം ജപമാലകൾ, മാതാവിൻ്റെ സ്നേഹത്തെ സ്ഫുരിക്കുന്ന അനേകം ശില്പങ്ങളും കുരിശുകളും ജപമാലകളും, അതൊക്കെ നിങ്ങൾ എപ്പോഴേലൊക്കെ ഒന്ന് കാണണം, മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മയാണ് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും അമ്മ. ഒറ്റ അമ്മയുള്ളോ, അത് പരിശുദ്ധ അമ്മയാണ്. ജപമണികളിലൂടെയുള്ള ഈ യാത്ര സാബുവിനും കുടുംബത്തിനും തീർത്ഥാടനമാണ്. കാരണം അനേകായിരം മനസ്സുകളെയാണ് ഇത് സുഗന്ധപൂരിതമാക്കുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവിലേക്കുള്ള ഈ മരിയോത്സവം എല്ലാ ഹൃദയങ്ങൾക്കും ആനന്ദോത്സവമായി മാറട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. മിശിഹാദിന് ജന്മം നൽകിയ ധന്യയായൊരു കന്യാമാറേ, ദൈവിക ജീവൻ ഉറവിടമാകും നിത്യ നിർമ്മല കന്യാംബികയെ, സ്വർഗ
സ്വർഗീയമാം പരിശുദ്ധി നിറഞ്ഞൊരു കന്യാനാഥേ നിർമ്മലനാണേ